രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീരം വിൽക്കാൻ ഇവിടെ പാച്ച അമ്മാതിരി നിങ്ങൾ തെറി പറയുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിത്താളാറുണ്ട്. ഇവളുടെ റൂം ഇവക്ക് സെപ്പറേറ്റ് റൂമാണ്. ഇവരൊക്കെ ഗോൾഡ് കാരിയേഴ്സ് ആണ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രേണുസുതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഷഫീന ബീവിയുടെ ചാനലിലാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തു വിട്ടത്. അതായത് ദുബായിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. രേണുസുതി ദുബായിലേക്ക് വരുന്നത് വേറെ വല്ല കാര്യങ്ങൾക്കും ആണെന്നാണ്, വേറെ പല കാര്യങ്ങൾക്കും ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാരും പറയും രേണുസുതി പിന്നെ ദുബായിലേക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പോയതാണ് എന്നുള്ളതാണല്ലോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ അവിടെ ഉള്ള വ്യക്തികൾ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല, അവിടെ വേറെ പല പരിപാടികളാണെന്നാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അവിടെ പറയുന്നത്. ഈ വോയിസ് ലീക്കായി ഇത്രയും മണിക്കൂറുകളായിട്ട് പോലും ഇതുവരെ രേണു വന്ന് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ അങ്ങനെയല്ല രേണു, എന്ത് കാര്യങ്ങൾ ആരെ ഇവരെ കുറിച്ച് പറഞ്ഞാലും ഉരുളക്കുപ്പേരി പോലെയാണ് മറുപടിയുമായിട്ട് വരുന്നത്. പക്ഷെ ആ ഒരു വ്യക്തിയാണ് ഇപ്പൊ രേണുവിന് ഒന്നും പറയാനില്ല. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു ആരോപണമാണ് രേണുസുതിക്ക് നേരെ വന്നിരിക്കുന്നത്. ഇപ്പൊ അഥവാ ആരോപണമാണ് എന്താണെന്ന് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ എതിരെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു എങ്കിൽ നമ്മുടെ നാട്ടില് പോലീസ് ഉണ്ട്, നിയമമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പിന്നെ ഇത്രയും വലിയ സംഭവങ്ങൾ ഒരു സ്ത്രീക്കെതിരെ വന്നിട്ട് ഇവർക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാവുന്നല്ലോ. പക്ഷെ ഇതുവരെ രേണു ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ശരിക്കും അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ രേണു അത് പുറത്തേക്ക് വരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ അനങ്ങാതിരിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിപ്പോ രേണു പ്രതികരിക്കാത്തിടത്തോളം സമയം ഇത് സത്യമാണെന്നേ ആൾക്കാർ വിചാരിക്കുന്നത്. എന്തായാലും ഷഫീന ബീവിയുടെ ചാനലിൽ വന്ന വോയിസ് ക്ലിപ്പ് ഒക്കെ നമുക്ക് രണ്ട് വോയിസേ ഞാൻ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേട്ടാലേ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ. രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീരം വിൽക്കാൻ. പിന്നെ രേണുസുതിനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരു അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ് ഈ സ്ത്രീ ഈ ലോകത്ത് എനിക്കങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടല്ലോ. എനിക്ക് പ്രാന്ത് വിളിക്കുന്ന ഇവിടെ പാച്ച അമ്മാതിരി നിങ്ങൾ തെറി പറയുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിത്താളാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ വോയിസ് ഒക്കെ മ്യൂട്ട് ചെയ്ത് കൊടുക്കണം ചേച്ചി, കൊടുക്കണം. ഇവിടെ രാസൽക്കാരെ വന്നിട്ട് അപരാധിച്ചതുണ്ടല്ലോ. നിങ്ങൾക്കറിയാം അന്ന് 21-ാം തീയതി ഇവിടെ മൊത്തം മിസൈലും മറ്റതും മറിച്ചതും വെടിയും പടക്കം മറ്റും. കുറച്ച് നാളുകൾക്ക് ഇതുപോലെ തന്നെയായിരുന്നു ശാന്തിവിള ദിനേശ് രേണുവിനെതിരായിട്ട് വീഡിയോ ഇട്ടിരുന്നത്. അന്ന് എല്ലാവരും മിക്കവരും രേണുവിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഒരു സ്ത്രീയെ പച്ചയ്ക്ക് ഇങ്ങനെ വന്ന് ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്, ശാന്തിവിള പറയുന്നത് ഇവരൊക്കെ പറയുന്നതും ഒക്കെ ഏകദേശം സെയിം. പിന്നെ ഈ പറയുന്ന സ്ത്രീ ഏതോ സെക്സ് വർക്കർ ആണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇതിനകത്ത് ആര് പറയുന്നതാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്? ശരിക്കും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല രേണു അങ്ങനത്തെ ഒരു പരിപാടിക്കാണ് പോകുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്റെ ഒരു ചോദ്യം, രേണു എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എനിക്കത് മാത്രം അറിയാൻ മതി. ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം, അത് ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇതിനെതിരെ പുറപ്പെടും. പക്ഷെ ഈ രേണു എന്താണ് ഒന്നും പറയാത്തത്? രേണു പ്രതികരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ ചീള് കേസിനൊക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. ഇപ്പൊ ഇനി അഥവാ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഇപ്പൊ ഈ ഒരു ഇവര് പറഞ്ഞ പോലെ ഈ സ്വർണത്തിന്റെ കേസൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇതിനെതിരെ പോകും കേസുമായിട്ട്. എന്നാൽ രേണു ഒരു കമാന്ന് ഒരു അക്ഷരം ഇടുന്നില്ല. രേണുവിന്റെ കൂട്ടുകാരികളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണുവിന്റെ ഗോൾഡുമായിട്ടുള്ള വിഷയം ഉണ്ട്. രേണുവിനെ കാരിയർ ആയിട്ട് യൂസ് ചെയ്തു ദുബായി പോയിട്ട് രേണു നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വർണ്ണങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള രീതി, അതിനെതിരെ ഓരോ പോസ്റ്റ് ഇടലും പ്രതികരിക്കലും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയുടെ മാനം എന്ന് പറയുന്നതിൽ ഏറ്റവും വലുത്. പച്ചയ്ക്ക് ഇങ്ങനെ കുറെ പേര് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ രേണു നിന്നും മിണ്ടാനില്ല. രേണു ആണെങ്കിൽ അതിന് പകരം സബ്സ്ക്രിപ്ഷനിൽ 2 വീഡിയോ കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കും. സകലതും ഫോണിൽ ഇങ്ങനെ മിസൈലും അലർട്ടും വരെ നിങ്ങൾ പുറത്തിറങ്ങരുത്, അത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് ഇവിടെ ഏത് നിങ്ങളെ ഇറക്കിയത്? ഇവർക്ക് ഇത്രയും കാശ് കൊടുത്ത് ഇവിടെ ഇറക്കണമെങ്കിൽ അമ്മാതിരി കാശ് കിട്ടും എന്നുള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇറക്കിയത്. എന്നിട്ട് അതായത് പെരുന്നാളിന്റെ അടുത്ത ദിവസം, അതായത് ഈ നോമ്പ് ദിവസം ഇവിടെ ഈ ഒരു ബാറും ഡാൻസും തേങ്ങയും വാങ്ങിയും തുറക്കത്തില്ല, തുറക്കാൻ ഇവിടെ ഗവൺമെന്റ് അലോഡല്ല. ആ 21-ാം തീയതി ഇവിടെ അങ്ങോട്ട് ഇറക്കിയിട്ട് പ്രദർശിപ്പിച്ചേക്കാണ് ഇവിടെ ഉണക്ക. ആ പറയുന്നത് സത്യമാണ്. ആ സമയത്ത് ഫ്ലൈറ്റും കാര്യങ്ങളും ഒക്കെ ക്യാൻസൽഡ് ആയിരുന്നു. ടിക്കറ്റ് കിട്ടുമെന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. എന്തായാലും രേണുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല പൈസ ചെലവാക്കിയിട്ടുണ്ട്. എന്തായാലും സത്യം എന്താണെന്ന് വെച്ചാൽ തെളിയട്ടെ. തീർന്നിട്ടില്ല, ഇനിയുണ്ട് വോയിസുകൾ, കേട്ടോ. 21-ാം തീയതി മുതൽ ഇവള് 2-ാം തീയതി വരേക്കുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അപ്പോൾ ഈ വരാത്തതിന്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിന്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിന്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അതുമല്ല 2-ാം തീയതിക്ക് പോവാൻ പറ്റാത്തതിന്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി പെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2-ാം തീയതിയിലെ കേസ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? കിച്ചു വീഡിയോ ഇട്ടതിന് ശേഷം ഇവർ 2-ാം തീയതി നാട്ടിൽ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. 2-ാം തീയതി ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ 2-ാം തീയതിയിലെ കേസ് പറയുന്നത്.
ഈ 2-ാം തീയതി നാട്ടിൽ വരാൻ പറ്റാത്തതിന് അവിടെ കിടന്ന് മുട്ടം പ്രശ്നമായിരുന്നു, ഭയങ്കര വിഷയമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ബാക്കിയൂടെ ഇവളുടെ റൂം ഇവക്ക് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫ് ഈ പറയുന്ന ഈ പാപ്പിലോണും ചെമ്പരത്തി എന്നൊക്കെ പറയുന്നവന്മാരെ വീഡിയോസോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരാരും വെളിച്ചത്ത് വരത്തില്ല. ശരിക്കും അത് സത്യമാണ് കേട്ടോ. ഈ പിന്നെ ദുബായിലേക്ക് രേണുവിനെ കൊണ്ടുപോകുന്നു അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവരെ ആരെയും വെളിച്ചത്ത് കണ്ടിട്ടില്ല. വല്ലപ്പോഴും ആ ബാറിനകത്ത് വെച്ചുള്ള കുറച്ച് വീഡിയോസ് ഇടുന്നതല്ലാതെ മെയിൻ ആൾക്കാരൊന്നും രംഗത്ത് വരുന്നില്ല. എന്താണ് വരാത്തത്? ഒളിച്ചും പാത്തൊക്കെ എന്തിനാ നിൽക്കുന്നത്? പിന്നെ ഈ പെങ്കൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി അവിടെ കുറെ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തു വരത്തില്ല. എന്തുകൊണ്ടാ വരാത്ത? ഇവളുടെ കുറെ വയറ് കാണിച്ചത് തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെൺപിള്ളേരെ അതായത് പാവപ്പെട്ട വീടുള്ള പെൺപിള്ളേരെയാണ് ഇവന്മാര് നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവരെ അടിമകളാക്കും. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ദുബായ് പോലീസിന് ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യം. ശരിക്കും ഈ രേണു ഇങ്ങനത്തെ പരിപാടികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. കാര്യം സീരിയസ്ലി ഞാൻ പറയണം, ഒരു മര്യാദയൊക്കെ വേണ്ടേ? അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇതിന് പോകുന്നത് എന്തിനാണ്? കാരണം ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ ഫ്രോഡും ഉടായ്പകളും ഒക്കെ ഉള്ളിടത്ത് ഇവരെന്തിനു പോകണം? ഇത്രയും നേരമായിട്ട് ഈ രേണുവിന് ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അതാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഈ വോയിസ് വന്നിട്ട് കുറെ നേരമായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഈ റിയാക്ട് ചെയ്യാതിരിക്കുവായിരുന്നു. കാര്യം ഇതിനെ കുറിച്ച് എന്തെങ്കിലും വരുമോ എന്നറിയാം. പക്ഷെ ഒരു അനക്കവും ഇല്ല. അടിമകളാക്കിയിട്ട് ഇവിടെ ഡ്രഗ്സ്, അതിനുശേഷം പിന്നെ ഇവര് പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ ഡ്രഗ്സിന്റെ മാഫിയയാണ് അത്. ഞാൻ ഇന്നലെ വിട്ടുപോയത് പറയാൻ. ഒരുപാട് എണ്ണത്തിനെ എനിക്കറിയാം ഇവിടെ. പക്ഷെ ഞാൻ പറയല്ലേ ചേച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തിട്ട് തരാം. ഇവന്മാരൊക്കെ ഒരുപാട് പേരെ എനിക്കറിയാം. കാര്യം ഞാൻ ഇവരുടെ ഇടയിൽ കിടന്ന ആളാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് ഉള്ളെങ്കിൽ പോലും എന്നോട് ഇഷ്ടമുള്ള, എന്നോട് സ്നേഹമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പെൺപിള്ളേരും ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാനാണ് ഇവരുടെ ഇടയിൽ ചാരപ്രവൃത്തി നടത്തുന്നത് എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായി. എന്നെ ഒരിക്കലും പിടിക്കില്ല ചേച്ചി. പിന്നെ ആ വോയിസ്, മറ്റേ ഇന്നലെ ഇട്ട വോയിസ്, ആ ഗ്രൂപ്പില് അംഗത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടത് കാരണം ഇവരിപ്പോ ഈ വോയിസ് ഗ്രൂപ്പിൽ കിടന്നിട്ട് തപ്പാണ്. ഇത് ആരായിരിക്കും ഈ ടൈമിൽ ഇങ്ങനെ? പക്ഷെ ഇവര് സൈലന്റ് ആണ്. ഇപ്പൊ ഇവരെല്ലാരും ജാഗരൂകരാണ്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അത്രയും വലിയൊരു റെസ്റ്റോറന്റിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒക്കെ വന്നൊന്ന് റിയാക്ട് ചെയ്യണ്ടോ? ഇതിപ്പോ കള്ളത്തരം ഉള്ളതിന്റെ പേരിലാണ് ആരും വന്ന് റിയാക്ട് ചെയ്യാറ്. എന്തായാലും ഇതൊന്നും അല്ല കോമഡി. ഈ രേണുവിന്റെ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്താണ് പറയാനുള്ളത്? 2 പിള്ളേർക്ക് വേണ്ടി രേണു കഷ്ടപ്പെടുന്നു, അവള് നല്ലവളാണ്, അവരെ ഒരുപാട് ബുദ്ധിമുട്ടും, എന്തൊക്കെ കേൾക്കണമായിരുന്നു. എന്തായാലും രേണുവിനൊന്നും മിണ്ടാനും ഇല്ല, പറയാനും. രേണുവിന്റെ കൂട്ടുകാർക്ക് പോലും ഒന്നും സംസാരിക്കാനില്ല. എന്തായാലും രേണു തന്നെ ഇനി വന്ന് താമസിയാതെ വാ തുറക്കുമെന്ന് വിചാരിക്കാം. ശരിക്കും ഒന്ന് ആലോചിക്കുക. ഇതിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ, ഇപ്പൊ രേണുവിന്റെ ഭാഗത്ത് ന്യായം ഉണ്ട്, ഇതിന് തെളിവ് സഹിതം വന്ന് ഇങ്ങനെ ഒന്ന് സംസാരിക്കുവാണെങ്കിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യും, രേണുവിനെ. കാര്യം എന്താ വെച്ചാൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് രേണുവിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വേണ്ട കൂടെ നിൽക്കും. രേണുവിന്റെ ഭാഗത്ത് ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞിട്ട് രേണു അത് തിരുത്തി രേണുവിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഒരു സ്ത്രീയുടെ മാനമാണ് ഏറ്റവും വലുത്. ആ ഒരു സാധനത്തിനെ പറ്റി പറഞ്ഞിട്ട് പോലും ഈ സ്ത്രീ വന്നൊന്നും പ്രതികരിക്കാതെ ഓരോ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റാഗ്രാമില് സബ്സ്ക്രിപ്ഷന്റെ ഇതിനകത്തൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ളവരെ കളിയാക്കാൻ നിൽക്കും. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ നിങ്ങളെയൊക്കെ ഉപദേശിച്ച് സത്യം പറഞ്ഞ മടുത്ത്. വളരെ നന്നായിട്ട് ചേച്ചിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചേച്ചി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്ന മാഫിയ ഒന്നുമല്ല. 3 മാഫിയയാണ്. 1 കാസർഗോഡ്, 1 കോഴിക്കോട്, 1 തൃശ്ശൂര്. ഇങ്ങനെ 3 മാഫിയകളാണ്. മൊത്തം മലയാളികളാണ് ഇവിടെ സ്പായും ബാറും തേങ്ങയും മാങ്ങയും ഒക്കെ നടത്തുന്നത്. ഇവിടെ സ്പായുടെ ഒന്നും ബാറിന്റെ ഒന്നും പ്രൊമോഷനൊന്നും അനുവദിക്കത്തൊന്നുമില്ല. ഇവിടെ ഇല്ലീഗലാണ്. ചേച്ചിക്കറിയാലോ, ചേച്ചി 22 വർഷം ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. അതിന്റെ കുറെ കാരിയേഴ്സിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തരാൻ ചേച്ചി. മറ്റേ എന്താ പറയാ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റംസ് ഓഫീസർ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇവരെ ഒന്ന് വാച്ച് ചെയ്യാൻ പറയണം. ഈ പറയുന്ന ഗൾഫ് യാത്ര ഇനിയും നടത്തുവാണെന്നുണ്ടെങ്കിൽ ഇവര് ഇനിയും അത് വാച്ച് ചെയ്യാൻ വേണ്ടി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപാട് പേര് ഈ ഗോൾഡിന്റെ വിഷയമായിട്ടൊക്കെ വന്നിട്ട് ഒരുപാട് 1, 2, 3 ഒത്തിരി പേര് വന്ന് പറയുന്നുണ്ട് ഈ കാരിയർ ആയിരുന്നു എന്നുള്ള രീതിയിൽ. അവിടെ ചെന്നിട്ട് എന്ത് പരിപാടിയാണോ എന്തോ രേണു ആണോ അത് പ്രൂവ് ചെയ്യണം. ഈ ഗോൾഡ് കാരിയർ ആയിട്ടുള്ള ഈ ഒരു കേസ് തീർച്ചയായിട്ടും പ്രൂവ് ചെയ്യേണ്ടതുണ്ട്.
അങ്ങനെയുള്ള പ്രവൃത്തി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കസ്റ്റംസിനെ ഇൻഫോം ചെയ്യുക തന്നെ വേണം. ഫോട്ടോസ് തരാം. ഇവരൊക്കെ ഗോൾഡ് കാരിയേഴ്സ് ആണ്. രേണു സുധിയും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവള് വെറുതെ ഒന്നും ഇവളെ ഈ പറയുന്ന പെണ്ണുങ്ങളെ നാട്ടിൽ നിന്ന് ഇവന്മാരാരും കൊണ്ടുവരത്തില്ല. നമുക്കറിയുന്നതാണ് ഇതൊക്കെ. ഇത് കള്ളത്തരമൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെ പിടിച്ചിട്ടാണ് ഞാൻ സത്യം ചെയ്തേക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇവിടെ ഈ രേണുസുതി എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. രേഷ്മ, തങ്കച്ചൻ, ഇവറ്റകൾ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു ടീമുകളാണ്. അതുകൊണ്ടാണ് അവൾ ഈ ഇത്രയും വലിയ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് ഇവളും വന്ന് ചാടിയത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയും ജീവിച്ചോട്ടെ, അത് നമുക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ ഇവള് ഗൾഫിൽ പോകുമ്പോൾ 150 ഓൺലൈൻകാരെ, തിരിച്ചു വരുമ്പോൾ ഇവളെ കാത്തു നിൽക്കാൻ 150 ഓൺലൈൻ ചാനലുകാര്. ഈ നായിന്റെ മക്കൾക്കൊന്നും വേറെ ഒരു തൊഴിലുമില്ല. ഇവള് വിളിക്കുമ്പോഴേക്ക് വരാൻ. ഇവൾ ആരാണ്? ഇവൾ ഇന്നലെ മെനഞ്ഞാന്നെങ്ങാണ്ട് എന്തായാലും രേണുവിനോട് നല്ല കലിപ്പുള്ള വ്യക്തിയാണ് ഈ വന്നിരുന്ന് പറയും. പിന്നെ രേണു ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തുന്നൊന്നും പുതിയ കാര്യമല്ല. കാര്യം അങ്ങനെ ഇവരൊക്കെ ചെയ്യത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവര് അങ്ങനെ ചെയ്യത്തുള്ളൂ. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരാളെ പറ്റി മാത്രമല്ല അലിഗേഷൻ, വേറൊരാളും കൂടെ ഉണ്ട്, ദാസേട്ടൻ കോഴിക്കോട്. അതുകൂടെ കേൾക്കും. അത് കണ്ടു, അവരെനിക്ക് അറിയാവുന്നതാണ്. അവർ ആ മെസ്സേജിനെ കാണിക്കുകയും ചെയ്തു മോശമായിട്ട്. കറക്റ്റ് ആയിട്ട് അത് എനിക്ക് അയച്ചു പറ്റുള്ളൂ. പിന്നെ നമ്മൾ മീഡിയക്ക് മുന്നേ അത് കാണിക്കാൻ ശരിയല്ലല്ലോ. നമ്മൾ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ് ഈ ദാസേട്ടൻ. എനിക്കറിയാം, ഞാനൊരു വർക്കിന് ദാസേട്ടനായിട്ട് പോയി. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നതാണ്. ശ്രീലക്ഷ്മി അറിയാലോ, ശ്രീലക്ഷ്മി മുഖേനയാണ് പോയത്. അന്നത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ അന്നത്തേടെ കൂടി ദാസേട്ടനും ശ്രീലക്ഷ്മിയായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവിടെ കൊണ്ട് നിർത്തി. എന്നുവെച്ചാൽ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരന്റെ സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ ഒരാള് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരും ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ ആകും. അങ്ങനെയാണ് പുള്ളിയുടെ ഇത്. എന്ത് പറയാൻ, ഇതൊന്നും ഇല്ലല്ലോ നല്ലത്, എല്ലാം കണക്ക്. ദാസേട്ടൻ കോഴിക്കോട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നും ഇല്ലേ ദാസേട്ടന് പറയാനായി? എന്തായാലും ദാസേട്ടനെ കുറിച്ചും അടുത്ത അലിഗേഷൻ വന്നിരിക്കുകയാണ്. ഈ ദാസേട്ടനെയും രേണുവിനെയൊക്കെ കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഒന്ന് പറയും എന്തൊക്കെയാണെന്ന്. യൂട്യൂബേഴ്സിന് തെറി വിളിച്ചുകൊണ്ടാണ് കമന്റ് ഇടുന്നത്. എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കും. എന്തായാലും രേണുവിന്റെ ഒരു വീഡിയോ കൂടെ കാണാം. പുതിയൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ആംഗിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഈ ക്യാമറ ഇവരുടെ ശരീരത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് സൂം ചെയ്ത് വെക്കുമ്പോഴും ഇവർക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല. അതെങ്ങനെയാ? സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തിയല്ലേ, പിന്നെ എന്ത് കാണാൻ? ചേട്ടാ ഇങ്ങനെ കടലിന്റെ അല്ലേ? കടലൊക്കെ ആർക്ക് വേണം? ആർക്കാ? ഇതേ രേണു തന്നെയാണ് പറയുന്നത് സിബിൻലാല് കൊടുത്ത ഡ്രസ് ഇടാൻ വേണ്ടിട്ട് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കംഫർട്ടബിൾ അല്ല എന്ന്. ഇതൊക്കെ എങ്ങനെ കംഫർട്ടബിൾ ആവുന്നു? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഈ ഡ്രസ്സ് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ധരിക്കണമെന്ന് അവരവരുടെ ചോയ്സ്. പക്ഷെ എന്നാ പോലും ഞാൻ രേണുവിനോട് ചോദിക്കുക. പല രീതിയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സ്ത്രീകൾ വന്ന് പ്രതികരിക്കുന്നത്. ഈ ക്യാമറ കൊണ്ടുവന്ന് ഇങ്ങനെ സൂം ചെയ്തത് ഇങ്ങനെ പ്രതികരിക്കുന്ന, അവരോട് പ്രതികരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ രേണുവിന്റെ അടുത്ത് വന്ന് ഇത്രയും ക്ലോസ് ആയിട്ടൊരു വീഡിയോ എടുത്തിട്ട് രേണുവിന് ഒരു പ്രശ്നവും ഇല്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്റെ സുധിച്ചേട്ടന്റെ ഡ്രസ്സ് ഒന്നും പറഞ്ഞിട്ട് ജീൻസ് ചക്കും ഒക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് കരച്ചിലും അതുപോലെ. ഇതൊക്കെയാണ് പരിപാടികൾ. എത്രത്തോളം തരികിട കാണിക്കുക അത്രത്തോളം തരികിട കാണിക്കും. എന്തായാലും രേണുവിനെതിരെ വന്ന ആ സീരിയസ് അലിഗേഷൻസിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായി. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.